അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോ കാണാം. ഇതിപ്പോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട മാറ്റർ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാലും നമുക്ക് കിട്ടിയൊരു പണി എല്ലാവരിലേക്ക് എത്തിക്കാന്നുള്ളൊരു സ്കീമിൽ ചെയ്യുന്ന വീഡിയോ ആണിത്. ഇതിപ്പോ ഫ്രണ്ടിന്റെ ഹിമാലയൻ ആണ്. ഇതിന്റെ ടയർ പഞ്ചറായിട്ട് പഞ്ചർ ഒട്ടിക്കാൻ ഞങ്ങൾ ടയർ ഷോപ്പിൽ കൊടുത്തിരുന്നു. അപ്പോ എന്തുണ്ടായെന്ന് വെച്ചാൽ അവര് ടയർ സെറ്റ് ചെയ്ത് ആക്സിൽ ഇട്ടു. പക്ഷെ അതിന്റെ ചെയിന്റെ അഡ്ജസ്റ്റർ രണ്ട് സൈഡിലും കറക്റ്റ് അലൈൻ ആക്കാനായിട്ട് അവർ വിട്ടുപോയി. അതുകൊണ്ട് നമുക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ടയർ വെട്ടി തേഞ്ഞു പോയി. ഇപ്പൊ ടയർ ഏകദേശം മാറണം. വണ്ടി ഏകദേശം 7000 കിലോമീറ്റർ ഓടിക്കുള്ളൂ, ടയർ തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ് അതിന് ഓവർലാപ്പ് വന്ന് ചെയിൻ സ്പ്രോക്കറ്റ് കംപ്ലൈന്റ് ആയി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ വേറൊരു പണി എന്ന് പറഞ്ഞാൽ നമ്മള് കോർണറൊക്കെ എടുക്കുന്ന സമയത്ത് വണ്ടി ഒരു സൈഡിലേക്ക് വലിച്ചു പോവാ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നിങ്ങള് ടയർ ചേഞ്ച് ചെയ്യാൻ കൊടുക്കുമ്പോഴും അതുപോലെ ടയർ പഞ്ചറായിട്ട് അത് റെഡിയാക്കാൻ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ചെയിന്റെ ഈ രണ്ട് സൈഡിൽ വരുന്ന അഡ്ജസ്റ്റർ. അതിനിപ്പോ ഹിമാലയനൊക്കെ ആണെങ്കിൽ ഇവിടെ കറക്റ്റ് നമുക്ക് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലൈൻ ഉണ്ട് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും രണ്ട് സൈഡിലും ഈക്വൽ ആണെന്ന്. അതൊന്ന് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ വണ്ടിയുടെ ടയർ വെട്ടി തയ്യാനും അതുപോലെ ചെയിൻ സ്പ്രോക്കറ്റിന്റെ ലൈഫ് കുറഞ്ഞ് ചെയിൻ സ്പ്രോക്കറ്റ് ഓവർലാപ്പ് വരാനും നമ്മുടെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാനും കാരണമുണ്ട്. അപ്പൊ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ചെയിനായാലും ടയറിനായാലും അത്യാവശ്യം നല്ലൊരു ലൈഫ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ യൂസ്ഫുൾ ആയി കരുതുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കത് കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.